തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടത്തിയ കുളച്ചൽ യുദ്ധം ഭാരതത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായൊരു സംഭവമായിരുന്നു. കച്ചവടത്തിനായി കേരളത്തിലെത്തിയ ഡച്ചുകാർ പല നാട്ടുരാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പതിവാക്കിയിരുന്നു. തിരുവിതാംകൂറിന്റെ എതിർചേരിയിൽ നിന്നിരുന്ന കായംകുളം രാജാവിനെയും കൊട്ടാരക്കര തമ്പുരാനെയും സഹായിച്ചത് ഡച്ചുകാരായിരുന്നു. ഇതിൽ പ്രകോപിതനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ഡച്ചുകാരുടെ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനെ തുടർന്ന് തിരുവിതാംകൂറിനെ ആക്രമിച്ച് കീഴടക്കുവാനായി കടൽ മാർഗം നൂറുകണക്കിന് സൈനികരും ആയുധങ്ങളുമായി കന്യാകുമാരിക്ക് സമീപമുള്ള കുളച്ചൽ എന്ന ഗ്രാമത്തിൽ ഡച്ചുകാർ എത്തിച്ചേർന്നു. അവർ അവിടെയുള്ള സ്ഥലം പിടിച്ചെടുക്കുകയും കോട്ട കെട്ടുകയും ചെയ്തു. ഇതറിഞ്ഞ മാർത്താണ്ഡവർമ്മ കുളച്ചലിലേക്ക് പട നയിക്കുകയും ഡച്ച് കോട്ട ഉപരോധിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയും പരാജയപ്പെടുകയും ചെയ്തു. ഡച്ചുകാരുടെ വമ്പിച്ച ആയുധശേഖരം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പിടിച്ചെടുത്തു. അതുമാത്രമല്ല, അവരുടെ സേനാനായകനായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ തടവിലാക്കുകയും ചെയ്തു. 1741 നടന്ന കുളച്ചൽ യുദ്ധം ഭാരതത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവമായിരുന്നു. ഏഷ്യയിലാദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ രാജാവ് എന്ന ബഹുമതി അങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വന്തമായി. യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ക്യാപ്റ്റൻ ഡിലനോയിയെ പിന്നീട് തിരുവിതാംകൂറിന്റെ നായർപ്പടയുടെ ആധുനികവൽക്കരണത്തിനായി അദ്ദേഹം നിയോഗിച്ചു. വലിയ കപ്പിത്താൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മ നയിച്ച നിരവധി യുദ്ധങ്ങളിൽ വിജയശില്പി കൂടിയായി. അതിനാൽ തന്നെ കുളച്ചൽ യുദ്ധവും അതിലെ വിജയവും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കരുത്ത് മാത്രമല്ല, ബുദ്ധി സാമർഥ്യവും കൂടെ പ്രകടമാക്കുന്നതായിരുന്നു. കുളച്ചൽ യുദ്ധത്തിലേറ്റ പരാജയത്തോടുകൂടി ഡച്ചുകാർ കേരളത്തിൽ അപ്രസക്തമായി തീർന്നു എന്നത് ചരിത്രം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ചരിത്രം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനലായ ഹിന്ദുത്വ ചാനൽ സന്ദർശിക്കുക.